ഹലോ, ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ ഗ്രൂപ്പിന് വേണ്ടിയിട്ടുള്ളതാണ്. ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ പ്രൊഫഷൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. യെസ്, കേരളത്തിലെ ഏറ്റവും നോബൽ പ്രൊഫഷനായ നേഴ്സിംഗ് പ്രൊഫഷണൽസിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. നേഴ്സിംഗ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള അല്ല കേട്ടോ. അതായത് ഓൾറെഡി ഇഫ് യു ആർ എ നേഴ്സ്, അത് GNM ആയിക്കോട്ടെ, BSc ആയിക്കോട്ടെ, പോസ്റ്റ് ഗ്രാജുവേറ്റ് നേഴ്സ് ആയിക്കോട്ടെ, അവരൊരു കരിയർ ബിൽഡിങ്ങിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു ബ്രിഡ്ജിങ് പ്രോഗ്രാമിനെ കുറിച്ചിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾ ദ നേഴ്സസ് അറൗണ്ട് ദെയർ, വേറൊരു കരിയർ ഉണ്ടാക്കാനായിട്ട് വിദേശത്തോ വെസ്റ്റേൺ കൺട്രീസിലോ യൂറോപ്പിലൊക്കെ പോകാൻ നിൽക്കുന്ന എല്ലാ നേഴ്സസും ശ്രദ്ധിക്കുക, ദിസ് ഈസ് എക്സ്ക്ലൂസീവ്ലി ഫോർ യു. നൗ ഈ പ്രോഗ്രാം എന്താണെന്ന് വെച്ചാൽ UG ഡിപ്ലോമ ഇൻ നേഴ്സിംഗ് ബ്രിഡ്ജിങ് എന്നാണ് ഈ പ്രോഗ്രാമിൻ്റെ പേര്. ഈ പ്രോഗ്രാം ആർക്കൊക്കെ അപ്ലൈ ചെയ്യാമെന്ന് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു. ഈ പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന ആളുകൾ GNM നേഴ്സിംഗ് കഴിഞ്ഞ ആളുകൾക്ക് ഈ പ്രോഗ്രാം ചെയ്യാം. അതുപോലെ തന്നെ BSc നേഴ്സിംഗ് കഴിഞ്ഞ ആൾക്കാർക്ക് ഇത് ചെയ്യാം. പോസ്റ്റ് ഗ്രാജുവേറ്റ് നേഴ്സിംഗ് കഴിഞ്ഞ ആൾക്കാർക്കും ഈ പ്രോഗ്രാം ആപ്ലിക്കബിൾ ആണ്. ഈ പ്രോഗ്രാം നിങ്ങളെ എവിടെ എത്തിക്കുന്നു എന്നുള്ളതാണ്, ഈ ബ്രിഡ്ജ് വഴി നിങ്ങൾ എവിടെ എത്തുന്നു എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. ആക്ച്വലി നേഴ്സസിനൊക്കെ അറിയാവുന്ന ഒരു കാര്യമുണ്ട്. അതായത് നേഴ്സിംഗ് രജിസ്ട്രേഷൻ നിങ്ങൾക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് എല്ലാ സ്റ്റേറ്റ്സിലും വാലിഡ് ആവണമെന്നില്ല, എല്ലാ കൺട്രീസിലും വാലിഡ് ആവണമെന്നില്ല. അപ്പോൾ ഏതൊരു കൺട്രിയിൽ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് വൈസ് മാറിപ്പോയാൽ തന്നെ നിങ്ങൾക്ക് നേഴ്സിങ്ങിൻ്റെ പുതിയ രജിസ്ട്രേഷൻ എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു നേഴ്സിംഗ് രജിസ്ട്രേഷൻ ഇൻ യൂറോപ്യൻ യൂണിയനിലുള്ള മൊത്തം കൺട്രികളിലും ഇൻക്ലൂഡിങ് ഷെങ്കൻ കൺട്രീസ് നിങ്ങൾക്ക് എങ്ങനെ ഒരു നേഴ്സിംഗ് രജിസ്ട്രേഷൻ എടുത്തിട്ട് ഓൾറെഡി ഇവിടെ നേഴ്സിംഗ് ഉള്ള ആളുകൾക്ക്, നേഴ്സിംഗ് ഡിഗ്രി ഉള്ള ആളുകൾക്ക് ഇത്തരം രാജ്യങ്ങളിൽ പോയിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് നേഴ്സിംഗ് രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റുക, അവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുക, അവിടെ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഇത് അവിടെ മാത്രം ഒതുങ്ങുന്ന ഒരു പ്രോഗ്രാം അല്ല. നിങ്ങൾക്ക് ഈ ബ്രിഡ്ജിങ് പ്രോഗ്രാം വഴിയായിട്ട് ഇതൊരു പാത്വേ പ്രോഗ്രാം ടു UK കൂടെ വളരെ ഈസി ആയിട്ട് എത്തിച്ചേരാവുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ എൻ്റെ ബിൽഡപ്പൊക്കെ ഞാൻ മതിയാക്കുന്നു, ഞാൻ പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഡീറ്റെയിൽസ് എന്താണെന്ന് വെച്ചാൽ ഈ പ്രോഗ്രാം എവിടെയാണ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്, എവിടെയാണ് നിങ്ങൾക്ക് ഈ ബ്രിഡ്ജിങ് പ്രോഗ്രാം വഴി രജിസ്ട്രേഷൻ നേടാവുന്ന ക്ലാസ്സസ് ഉണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ദിസ് പ്രോഗ്രാം ഈസ് ഡിസൈൻഡ് ഇൻ മാൾട്ടയിലെ ഏറ്റവും പ്രശസ്തമായ MCAST കോളേജാണ് നേഴ്സസിന് വേണ്ടിയിട്ട് ഈ പ്രോഗ്രാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ പ്രോഗ്രാമിലേക്ക് വേണ്ട എലിജിബിലിറ്റി എന്താണ്? ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒന്നുകിൽ നിങ്ങൾക്കൊരു GNM ഡിഗ്രി വേണം, അല്ലെങ്കിൽ ഒരു BSc നേഴ്സിംഗ് ഡിഗ്രി വേണം, അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് നേഴ്സിംഗ് ഡിഗ്രി ആയാലും നിങ്ങൾ എലിജിബിളാണ്. അതുകൂടാതെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി വേണം. അതിന് നിങ്ങൾക്കറിയാം IELTS ആണ് ആവശ്യം. IELTS ഒരുപാട് വലിയ സ്കോറൊന്നും വേണ്ട, നിങ്ങൾ ഏതൊരാൾക്കും വിചാരിച്ചാൽ നേടാവുന്ന അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഒരു സ്കോറായിരിക്കും IELTSന് 6. ഈ IELTSന് 6 സ്കോറും അതുപോലെ തന്നെ വിദേശത്ത് പോയി സെറ്റിൽ ആവാനുള്ള ഒരു മനസ്സും ഇവിടെ ഒരു നേഴ്സിംഗ് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോഗ്രാം ചെയ്യാവുന്നതാണ്, നിങ്ങൾ ഈ പ്രോഗ്രാമിന് എലിജിബിളാണ്. രണ്ടാമത്തെ കാര്യം, ഈ പ്രോഗ്രാമിൻ്റെ ഡ്യൂറേഷൻ എന്താണ്? ഞങ്ങൾ ഓൾറെഡി 3-4 വർഷമൊക്കെ നേഴ്സിംഗ് പഠിച്ച് അല്ലെങ്കിൽ 6 വർഷമൊക്കെ നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞ ആളുകൾക്ക് ഇനിയും കുറേ നാൾ ഈ പ്രോഗ്രാമിന് വേണ്ടി പഠിക്കേണ്ടി വരുമോ? അബ്സല്യൂട്ട്ലി നോട്ട്. ഇതൊരു വളരെ ഷോർട്ട് ടേം കോഴ്സാണ്. വെറും 6 മന്ത്സ് ആണ് ഈ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ. ഈ 6 മന്ത്സ് ഡ്യൂറേഷനിൽ ഈ കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂറോപ്യൻ യൂണിയൻ ഇൻക്ലൂഡിങ് ഷെങ്കൻ കൺട്രീസിൽ നിങ്ങൾക്ക് നേഴ്സിംഗ് രജിസ്ട്രേഷൻ കിട്ടുന്നു. ഇതെങ്ങനെയാണ് ഒരു പാത്വേ പ്രോഗ്രാമായിട്ട് നിങ്ങളെ UK നയിക്കുന്നതെന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്കറിയാം നിങ്ങളുടെ IELTSൻ്റെ വാലിഡിറ്റി എന്ന് വെച്ചാൽ 2 years ആണ്. അപ്പോൾ നിങ്ങളൊരു പക്ഷേ കുറേ നേഴ്സസ് ഉണ്ടാവും ഇപ്പോൾ ഓൾറെഡി ഏതെങ്കിലും ഒരു കൺട്രിയിലേക്ക് പോകാനായിട്ട് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. ഒരു പക്ഷേ ഈ റിസൾട്ട് വരുമ്പോഴത്തേക്കും നിങ്ങളുടെ IELTS എക്സ്പയർ ആയിട്ടുണ്ടാവും, വീണ്ടും നിങ്ങൾ രണ്ടാമത് IELTS എഴുതേണ്ടി വരുന്നു. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് ഈ പ്രോഗ്രാം ഇമ്മീഡിയറ്റ്ലി ചൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇൻടേക്ക് ഈസ് ഗോയിങ് ടു ബി ഇൻ സെപ്റ്റംബർ. ഒരു 3 മാസത്തെ പ്രോസസ്സുണ്ട്. നിങ്ങളുടെ അഡ്മിഷൻ പ്രോസസ്സ് ഏകദേശം ഒരു 3 മാസത്തോളം എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ സെപ്റ്റംബറിൽ നിങ്ങളുടെ കയ്യിലുള്ള IELTS വെച്ച് പോകാം. അല്ലെങ്കിൽ IELTSന് ഓൾറെഡി പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒരു 6 സ്കോർ കിട്ടിയാൽ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമുമായിട്ട് മാൾട്ടയിൽ പോകാം, MCAST ബ്രിഡ്ജിങ് പ്രോഗ്രാം ചെയ്യാം, യൂറോപ്യൻ യൂണിയൻ ഇൻക്ലൂഡിങ് ഷെങ്കൻ കൺട്രീസിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നേടാം. ഈ രജിസ്ട്രേഷൻ നേടിയതിന് ശേഷം നിങ്ങൾക്ക് ഒരു 6 months to 8 months അവിടെ സ്റ്റേ ബാക്കും കൂടെ കിട്ടുന്നുണ്ട്, ജോലി അന്വേഷിക്കാനുള്ള. നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂറോപ്യൻ യൂണിയനുള്ള കൺട്രീസിൽ അല്ലെങ്കിൽ ഷെങ്കൻ കൺട്രീസിൽ നിങ്ങൾക്ക് ജോലി നേടാൻ പറ്റും. ഈ ജോലി നേടി മിനിമം 1 വർഷത്തെ അവിടുത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, അതായത് ഈ ബ്രിഡ്ജിങ് പ്രോഗ്രാം പ്ലസ് 1 year വർക്കിംഗ് എക്സ്പീരിയൻസ് ഇൻ യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ ഷെങ്കൻ കൺട്രീസിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ ഇതൊരു പാത്വേ പ്രോഗ്രാം ടു UK ആക്കിയിട്ട് UK പോയി പ്രാക്ടീസ് ചെയ്യാൻ പറ്റും.
വേറെ യാതൊരുവിധ ഹാസിൽസും ഇല്ലാണ്ട് പെട്ടെന്ന് യു കെയിൽ എത്താൻ പറ്റുന്ന ഒരു പ്രോഗ്രാം കൂടിയാണിത്. അടുത്തൊരു ഡൗട്ട് നാച്ചുറലി വരുന്നത്, ഇത് ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കുമോ, ഞങ്ങൾക്ക് ഇത്രയും വലിയ ഉപകാരങ്ങൾ കിട്ടുന്നതാണ്, ഞങ്ങൾക്ക് വെസ്റ്റേൺ കൺട്രീസിൽ പോയി സെറ്റിൽ ആവാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ്, യു കെയിലേക്കുള്ള ഒരു പാത്വേ പ്രോഗ്രാമാണ്, വിൽ ഇറ്റ് ബി വെരി കോസ്റ്റ്ലി? അബ്സല്യൂട്ട്ലി നോട്ട്. ഒരു 5 ലക്ഷം രൂപയിൽ ഒതുങ്ങുന്നതായിരിക്കും നിങ്ങളുടെ ടോട്ടൽ കോസ്റ്റ് ഓഫ് ദിസ് പ്രോഗ്രാം. അപ്പോൾ ഈ പ്രോഗ്രാം കഴിഞ്ഞാൽ തന്നെയും നിങ്ങൾക്കൊരു ഇറ്റ്സ് നോട്ട് ഒരു എക്സാം ബേസ്ഡ് അല്ല ഈ പ്രോഗ്രാം. ഇത് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ബേസ്ഡ് പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് അവിടെ പ്രാക്ടിക്കൽ ഇത്ര അവേഴ്സ് പ്രാക്ടിക്കൽ ഓൺ ഡിഫറെൻറ്റ് ടെർമിനോളജിയിൽ ചെയ്യണമെന്നുണ്ടാവും. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ കിട്ടുന്നു. ഈ സർട്ടിഫിക്കേഷൻ കിട്ടുന്നതിനോടൊപ്പം തന്നെ വേറൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, മാൾട്ട ഗവൺമെൻറ് നല്ലോണം സപ്പോർട്ട് ചെയ്യണ ഒരു പ്രോഗ്രാമാണിത്. അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ സർട്ടിഫിക്കറ്റിൽ നല്ല പെർഫോമൻസ്, ഈ സർട്ടിഫിക്കേഷൻ കോഴ്സിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ആളുകൾക്കൊക്കെയും നിങ്ങൾക്ക് മാൾട്ടീസ് ഗവൺമെൻറ് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ നേരത്തെ ഈ പ്രോഗ്രാമിന് വേണ്ടി അടച്ച ഫീസിൻ്റെ 70% നിങ്ങൾക്ക് റീഫണ്ടായിട്ടും കിട്ടുന്നതാണ്. അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ ബെനിഫിറ്റ് ഒന്നുകൂടെ കൂടി. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ പ്രോഗ്രാമിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ എങ്ങനെ ഇടാമെന്നുള്ളതാണ്. ഈ ആപ്ലിക്കേഷൻ ഇടാനായിട്ട് നിങ്ങൾക്ക് എഡ്യൂവേൾഡിനെ കോൺടാക്റ്റ് ചെയ്യാം. ഞങ്ങൾ എക്സ്ക്ലൂസീവായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഈ പ്രോഗ്രാമിൻ്റെ ആപ്ലിക്കേഷൻ ഇടുന്നു എംകാസ്റ്റിൽ. അതിനുവേണ്ട റിക്വയർമെൻറ്റ്സ് ഏതെല്ലാം പേപ്പേഴ്സാണ് വേണ്ടതെന്ന് ഞങ്ങളുടെ കൗൺസിലേഴ്സ് നിങ്ങളോട് പറയുന്നതാണ്. ഇതിൻ്റെ എല്ലാ പ്രോസസ്സിലും സ്റ്റെപ്പ് ബൈ പ്രോസസ്സായിട്ട് ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതാണ്. ഈ പ്രോഗ്രാം ഈസ് ഗോയിങ് ടു ബി വൺ ഓഫ് യുവർ കരിയർ മേക്കിംഗ് പ്രോഗ്രാമാണ്. വളരെ ഈസി ആയിട്ടുള്ള പ്രോഗ്രാമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി IELTS ഇപ്പോൾ ഇല്ലെങ്കിൽ പോലും കുഴപ്പമില്ല, നിങ്ങൾക്ക് IELTS എഴുതിയെടുക്കാം. ബിക്കോസ് യു ഹാവ് 3 months ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രോസസ്സിംഗ് പീരീഡ് ഉണ്ട്. IELTSന് പ്രിപ്പയർ ആയിരിക്കുന്ന ആളുകൾക്കും ഒരു 6 സ്കോർ മാത്രം മതി IELTS എന്നുള്ളത് കൊണ്ട് ഈസി ആയിട്ട് നേടാവുന്നതാണ്. നിങ്ങളുടെ IELTS എക്സ്പയർ ആയി പോകാനിരിക്കുന്ന ആളുകളാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അപ്ലൈ ഫോർ ദിസ് പ്രോഗ്രാം. അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ കുറേയും കൂടെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടാവും. ബിക്കോസ് ഞാൻ ഈ ചെറിയൊരു ബ്രീഫ് വീഡിയോയിൽ എല്ലാ ഡീറ്റെയിൽസും ഒരുപക്ഷെ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ സംശയങ്ങൾക്കും ഒരുപക്ഷെ എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞുതരാൻ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാർഗ്ഗമുണ്ട്. യു ക്യാൻ ഓൾവേസ് കോൾ അസ്. ഇതിന് താഴെ ഒരു നമ്പറുണ്ട്, ആ നമ്പറിലേക്ക് വിളിക്കുക. ഈ നമ്പറിലേക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് വേണ്ട ഇൻഡിവിജ്വൽ ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് കിട്ടും. നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. പിന്നെ ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അപ്ഡേഷൻസ് ഇനിയും വന്നുകൊണ്ടിരിക്കും. കാരണം കൂടുതൽ അപ്ഡേഷൻസ് വരുമ്പോഴത്തേക്കും ഞാൻ വീണ്ടും ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് അപ്ഡേഷൻസ് തരുന്നതാണ്. അപ്പോൾ അങ്ങനെ അപ്ഡേഷൻസ് ആദ്യം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങളൊരു കാര്യം കൂടി ചെയ്യുക, സബ്സ്ക്രൈബ് ദിസ് ചാനൽ ടു. ഓക്കെ, സോ ടിൽ ദെൻ ബൈ ബൈ.